സ്നാക്കായിട്ടുള്ള ബീഫ് സ്പ്രിംഗ് റോൾ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ എടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നല്ലപോലെ ചൂടായിട്ട് 5 വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും ചതച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വെള്ളുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് ബീഫ് നല്ലപോലെ ഉപ്പും കുറച്ച് മസാലയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലധികം മസാലയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് നല്ലപോലെ ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. 300 ഗ്രാം ബീഫ് നല്ലപോലെ വേവിച്ചെടുത്തതാണിത്. ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണിത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. നേരത്തെ ഉള്ളിയിലേക്കും ബീഫ് വേവിച്ചപ്പോൾ അതിലേക്കും നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഈ മസാലയൊക്കെ ആയിട്ട് ബീഫ് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. കൂടുതൽ വേറെ മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രിംഗ് റോൾ ഷീറ്റിൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. സ്പ്രിംഗ് റോൾ ഷീറ്റ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മൈദ ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റാണ്. അപ്പോൾ ഇതിപ്പോൾ കടകളിലൊക്കെ അവൈലബിൾ ആണ്. ഇതിനുള്ളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബീഫ് മസാല ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ആദ്യം വെക്കാം. അതിലേക്ക് 2 സ്പൂൺ ബീഫ് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് മാവ് കൊണ്ട് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒട്ടിക്കാം. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്. ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കാനായി വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓരോ റോളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പുറം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. ഇതിപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം.
ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് പൊരിച്ചെടുത്തിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നോമ്പ് കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണിത്. താങ്ക് യു.